പെട്ടെന്ന് ഒരാൾ നിങ്ങൾക്ക് വോൾവോന്റെ ചാവി എന്നിട്ട് വണ്ടി ഓടിക്കണ പറഞ്ഞാൽ നിങ്ങൾക്ക് ഓടിക്കാനാവോ? എനിക്ക് ഞാൻ പറഞ്ഞത് വരി. ഇതാണ് വോൾവോയുടെ കീ. അൺലോക്ക് ചെയ്യാൻ വേണ്ടി ആ സൈഡിലുണ്ട് അൺലോക്കും ബൂട്ട് ഓപ്പണും ഒക്കെ. ഇനി അതല്ല നിങ്ങൾ കൈ ഇത് അവിടെ വെച്ച് കഴിഞ്ഞാൽ കാർ അൺലോക്ക് ആവും. ഇത് ഇവിടെ നീക്കി കഴിഞ്ഞാൽ കാർ ലോക്ക് ആവുകയും ചെയ്യും. ഇവിടെ കീ വെക്കാൻ സ്പേസ് ഉണ്ട്. ഇവിടെ നീക്കി കഴിഞ്ഞിട്ട് കീ ഇതേപോലെ നമുക്ക് അവിടെ വെക്കാൻ പറ്റുന്നുണ്ടോ. അത് കഴിഞ്ഞാൽ നമുക്കത് ക്ലോസ് ചെയ്യാം. ഇനി കീന്റെ ആവശ്യമില്ല. സോ നമുക്ക് ഇതിന് സ്റ്റാർട്ട് ആക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒന്നും ബട്ടൺസ് ഇല്ല. അതിന് പകരം ഈ ഒരു സെൻട്രൽ കൺസോളിന്റെ ഇവിടെയാണ് ബട്ടൺ ഉള്ളത്. ജസ്റ്റ് ബ്രേക്ക് പ്രസ് ചെയ്യുക. ഇത് അങ്ങനെ തിരിക്കുക. കാർ സ്റ്റാർട്ടായി. സോ വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കിക്കുന്ന ബാക്കിൽ ബട്ടൺ ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഗിയർ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. റിവേഴ്സിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രീനിലായിട്ട് 360 ക്യാമറയും അതേപോലെ തന്നെ പാർക്ക് ഇൻ പാർക്ക് ഔട്ട് എന്ന 2 ഓപ്ഷൻ കാണാം. പാർക്ക് ഔട്ടും പാർക്കിനും ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് വാഹനം പാർക്ക് ചെയ്യാനും പാർക്കിൽ നിന്ന് പുറത്തിറക്കാനുള്ള ഓപ്ഷനാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെയുള്ള ക്യാമറ ബട്ടൺസിൽ ഏതെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തേക്ക് മാത്രമുള്ള ക്യാമറ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. സോ ഇനി ഇവിടുന്ന് നിങ്ങൾ ബാക്കോട്ട് ജസ്റ്റ് തട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രൈവിലേക്ക് എത്താം. അവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് തട്ടി കഴിഞ്ഞാൽ മാനുവൽ ഗിയർ ബോക്സ് ആവുന്നതാണ്. മുകളിലോട്ട് കഴിഞ്ഞാൽ ഗിയർ അപ്പും താഴോട്ടായി കഴിഞ്ഞാൽ ഗിയർ ഡൗൺ ആവുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു മാനുവൽ മോഡിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പാഡൽ ഷിഫ്റ്റേഴ്സ് യൂസ് ചെയ്യാം. അത് ഡൗൺ ചെയ്യാനും ഇത് ഗിയർ അപ്പ് ചെയ്യാനും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ഹാൻഡ് ബ്രേക്ക് കാണാം. ഹാൻഡ് ബ്രേക്ക് ഒരു ഇലക്ട്രോണിക് ബ്രേക്ക് ആണ്. അതായത് നിങ്ങൾ താഴോട്ടായി കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് ഒഴിവാകും. അതേപോലെ തന്നെ മുകളിലോട്ടായി കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് എൻഗേജ് ആവും. ഇൻഡിക്കേറ്റർ ഹെഡ്ലൈറ്റ് ഒക്കെ ഈ ഭാഗത്താണുള്ളത്. അതേപോലെ തന്നെ വൈപ്പറും മറ്റു കാര്യങ്ങളും ഈ ഭാഗത്താണുള്ളത്. വൈപ്പറും അതേപോലെ ഹെഡ്ലൈറ്റ് നമ്മൾ ടച്ച് ചെയ്യാൻ വേണ്ട. അത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ കാർ എടുത്തോളും. ഈ ബ്രേക്ക് നമ്മൾ ചവിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. കാർ ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഈ കാറിൽ തന്നെ ഉണ്ട്. അപ്പോൾ വോൾവോ ഓടിക്കാൻ അറിയാത്ത ചങ്കുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തിട്ട് ഈ വീഡിയോ